ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് അറ്റൻഡൻറ്റിൻ്റെ മാത്സിൻ്റെ ആൻസറൊക്കെയാണ് നോക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? 16/10, 1/3, 3/5, 5/8, 8/5. 16/10 നമുക്ക് എങ്ങനെ എഴുതാം? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8/5 എന്ന് വരും. അതേപോലെ തന്നെ 1, 3, 5 എങ്ങനെ എഴുതാം? 1, 5, 3, 8/5 എന്ന് അതും വരും. പിന്നെ ഇവർ 8/5 എന്ന് തന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് വ്യത്യസ്തമായിട്ടുള്ളത്. ഓപ്ഷൻ സി. 10 പേർ പരസ്പരം ഹസ്തദാനം ചെയ്താൽ ആകെ എത്ര ഹസ്തദാനങ്ങളുണ്ടാവും? 10 പേരുണ്ടെങ്കിലും ആ ഓരോ ആളും 9 പേർക്ക് ഹസ്തദാനം ചെയ്യും. അപ്പം മൊത്തം 90 ഹസ്തദാനം വരും. ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. NC2 വേസ് ആണ് വരുന്നത്. അപ്പോൾ 45. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ മൂന്നാമതായി വരുന്ന സംഖ്യ ഏത്? അവരോഹണ ക്രമം എന്ന് കഴിഞ്ഞാൽ വലുത് മുതൽ ചെറുത് വരെയാണ് എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ സംഖ്യ എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് 145, രണ്ടാമത് വരുന്നത് 145 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 125, പിന്നെ വരുന്നത് 121. ഇടയ്ക്ക് വേറൊന്നും ഇല്ലല്ലോ. 145, 125, 121. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് BDE, EGH, HJK എന്ന ശ്രേണിയിലെ അടുത്ത പദം ഏത്? ഇവിടെ ബി കഴിഞ്ഞ് സി ഇല്ല, CD ഇല്ല, FG ഇല്ല, H. അപ്പോൾ IJ ഇല്ല, K വന്നു. അപ്പോൾ K ഉള്ള 2 ഓപ്ഷനുണ്ട്. ഇത് വരുമോ ഇത് വരുമോ നമുക്ക് ഡൗട്ടായി. അപ്പം നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ B കഴിഞ്ഞിട്ട് C ഇല്ല, D. അതേപോലെ ഇവിടെ E കഴിഞ്ഞിട്ട് F ഇല്ല, G. അതേപോലെ H കഴിഞ്ഞിട്ട് I ഇല്ല, J. ഒരെണ്ണം വിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ K കഴിഞ്ഞിട്ട് L ഇല്ല, M. അപ്പം നമുക്ക് മനസ്സിലായി ഓപ്ഷൻ B ആണ് ആൻസർ എന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഒറ്റയാനെ കണ്ടെത്തുക. 8:33. അപ്പോൾ 8:33, 12:37, 7:22, 15:46. ഇപ്പം ഇത് 12ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 36. 12 × 3 + 1 ആണ് ഇത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ 7 × 3, 21 + 1, 22. ഇവിടെ 15 × 3 എന്ന് പറയുമ്പം 45 + 1, 46. ഇവിടെ മാത്രം 8 × 4 ആണ് വരുന്നത്. അപ്പോൾ ഒറ്റയാൻ ഏതാണ്? ഇതാണ് ഒറ്റയാൻ. നെക്സ്റ്റ് വൺ. 32² = 1024 എങ്കിൽ ഈ തന്നിരിക്കുന്നതിൻ്റെ വർഗ്ഗമൂലമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര പ്ലേസ് ഉണ്ടെന്ന് നോക്കുക. 2, 4, 6 പ്ലേസ് ഉണ്ട്. വർഗ്ഗമൂലം വരുമ്പോൾ 3 പ്ലേസേ വരത്തുള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ ബി. 28 എന്ന സംഖ്യകളുടെ ഘടകങ്ങൾ. 28ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 28ഉം ഉണ്ട്. പിന്നെ എന്താ? 2 ഉണ്ട്, 3 ഉണ്ട്, ഇല്ല, 4 ഉണ്ട്, 7, 4, 28, 7 ഉണ്ട്, പിന്നെ ഇതുണ്ട് 14 വരും. അങ്ങനെ മൊത്തം 6 ഘടകങ്ങളാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ. 3 + 6 + 9 + etc. + 180 എത്ര? ഇതിനെ നമുക്ക് ഈ ഫോമിൽ എഴുതാം. 3 × 1 + 2 + 3 + etc. + 16 എന്ന് വരും ഇല്ലേ? ഇപ്പോൾ 1 + 2 + etc. + 16. അപ്പം n നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? n × n + 1/2 ഇത് വെച്ചിട്ടാണ് n നാച്ചുറൽ നമ്പറിൻ്റെ സമ്മ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കണ്ടോ, അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 3 × n എത്രയാണ്? 16. 1 + 2 + etc. + 60 ആണ് വരുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 60 ആണ്. അപ്പോൾ 16 × n + 1 എന്ന് പറയുമ്പോൾ 61 / 2. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 5490 എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ. 3 × 10 + 5 × 1 + 8/10 + 3/1000 എന്നുള്ളത്
ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 30 + 5 എത്രയാണ്? 35 എന്ന് കിട്ടി. പിന്നെ 8/10 എന്ന് പറയുന്നത് 0.8 ആണ്. 3/1000 എന്ന് പറഞ്ഞാൽ 0.003 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 35.803 എന്ന് കിട്ടും. അത് ഓപ്ഷൻ ഡി ആണ്, 35.803. നെക്സ്റ്റ് വൺ, എക്സിൻ്റെ 50%ഉം വൈയുടെ 40%ഉം തുല്യമായ x/y എത്രയാണ്? 8:3 ആണ്. അതായത് 14/15 എന്ന് വരും. അപ്പോൾ 8/3 എന്ന് വരും. 40 / 50 എന്ന് വരും. x/y = അങ്ങനെ ആകുമ്പോൾ 5 വെച്ച് വെട്ടുമ്പോൾ i 3 15, i 8 40. അപ്പോൾ 8:3 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അജയിന് വിജയിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അടുത്ത വർഷം അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകും എങ്കിൽ വിജയൻ്റെ വയസ്സ് എത്രയാണ്? ഇവർ പറഞ്ഞിട്ടുണ്ട് അജയിന് വിജയിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനിൽ നോക്കാം. അജയിന് വിജയിനേക്കാൾ 10 വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം. അപ്പം ഒരു വർഷം കൂടെ കഴിയുമ്പോൾ അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വിജയൻ്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ 5 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അജയന് വിജയിനേക്കാൾ 10 വയസ്സ് കൂടുതലാണെന്ന് പറയുമ്പം ഇവർ ചോദിച്ചിരിക്കുന്നത് വിജയൻ്റെ വയസ്സാണ്. വിജയൻ 5, അജയന് 15. ഒരു വർഷം കൂടെ കഴിയുമ്പോൾ അപ്പോൾ വിജയന് 6 ആകും, ഇയാൾക്ക് എത്രയാകും? 16 ആകും. ഇരട്ടിയാകുമോ? ഇല്ല. അപ്പോൾ അതല്ല, അത് തെറ്റാണ്. ഇനി അടുത്തത് നോക്കാം. ഇപ്പോൾ വിജയന് 12 വിചാരിക്കാം. അപ്പോൾ അജയന് 10 വയസ്സും കൂടെ കൂടുമ്പോൾ എത്രയാണ്? 22 വയസ്സാകും. ഒരു വർഷം കൂടെ കഴിഞ്ഞു. ഒരു വർഷം കൂടെ കഴിയുമ്പോൾ എത്രയാകും? 23 ആകും. പക്ഷേ അപ്പോൾ അത് ഇരട്ടിയാകുമോ? ഇല്ല. അപ്പോൾ അടുത്ത ഓപ്ഷൻ നോക്കുക. അപ്പോൾ അത് രണ്ടും അല്ലെന്ന് മനസ്സിലായി. അടുത്ത ഓപ്ഷൻ നോക്കുക. അപ്പോൾ വിജയന് ഇപ്പോൾ 9 വയസ്സ്. അപ്പോൾ അജയന് 19 വയസ്സുണ്ട്. ഓക്കെ. ഒരു വർഷം കഴിയുമ്പോൾ അജയന് 20 വയസ്സ്, വിജയന് 10 വയസ്സ്. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 9. 9 കൊണ്ട് ഹരിക്കുമ്പോൾ 3ഉം 12 കൊണ്ട് ഹരിക്കുമ്പോൾ 6ഉം 14 കൊണ്ട് ഹരിക്കുമ്പോൾ 8ഉം ശിഷ്ടം വരാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇത് ആദ്യം 9 കൊണ്ട് ഹരിക്കുമ്പോൾ ഇത് അപ്പം തന്നെ കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അത് ക്യാൻസലായിപ്പോൾ. പിന്നെ വരുന്ന ഓപ്ഷൻ ബി ആണ്, 246. സൺ എന്ന വാക്ക് RTTVMO എന്ന കോഡ് ചെയ്താൽ പെൻ എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യാം? സണ്ണ് RTTVMO. ഇവിടെ നോക്കുക. സണ്ണ് എന്ന് പറയുമ്പം RTTVMO എന്നാണ് ഇവർ തന്നിരിക്കുന്നത്. അപ്പോൾ SRST, യുവിന് പകരം TUV, എന്നിന് പകരം MNO. അപ്പോൾ അതേപോലെ പെൻ എഴുതുമ്പം OPQ, DEF, MNO. അപ്പോൾ OQDFMO. അതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് 1/5 + 1/5² + 1/5³ അതിൻ്റെ ആൻസർ വരുന്നത് 0.248. 2³ × 3², 2² × 3³ എന്നീ സംഖ്യകളുടെ LCM എത്രയാണ്? LCM എന്ന് പറയുമ്പം ഹയസ്റ്റ് നമ്പർ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 2³ ഇവിടെ നിന്ന് 2³ കൊടുക്കും, ഇവിടെ നിന്ന് 3³ കൊടുക്കും. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 216. ഒരു തീവണ്ടിയുടെ ശരാശരി വേഗം 90 km/മണിക്കൂർ ആണെങ്കിൽ ആ തീവണ്ടി 15 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം. ഒരു മണിക്കൂറിൽ, അതായത് 60 മിനിറ്റിൽ 90 കിലോമീറ്റർ പോകും. അപ്പോൾ 15 മിനിറ്റിൽ എത്രയാണ്? 90 / 4. 90 / 4 ചെയ്യുമ്പോൾ 22.5 കിലോമീറ്റർ. അടുത്തത് 1250 രൂപയ്ക്ക് 5% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിച്ചാൽ 1750 രൂപ കിട്ടുന്നതിന് എത്ര വർഷം വേണം? ഇപ്പോൾ എത്ര വർഷം വേണം? 8 വർഷമാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത് ഒരു തൊഴിലാളിയുടെ തുടർച്ചയായ 5 ദിവസത്തെ കൂലി 800, 760, 780, 750, 270 രൂപയാണ്. 6 ദിവസത്തെ ശരാശരി കൂലി 775 രൂപയാൽ 6-ാം ദിവസത്തെ കൂലി എത്ര? ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് 5 ദിവസത്തെ ശരാശരി കൂലിയാണ്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 3810 കിട്ടും. അവർ പറഞ്ഞിട്ടുണ്ട് 6 ദിവസത്തെ ശരാശരി
775 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6 ദിവസത്തെ മൊത്തം തുക 4650 775 × 6. അതിൽ നിന്ന് ഈ 5 ദിവസത്തെ തുക കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 840 കിട്ടും. അതായത് തന്നിരിക്കുന്ന 5 ദിവസത്തെ എല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ നമുക്ക് 3810 കിട്ടും. എന്നിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് 6 ദിവസത്തെ ശരാശരി തുക 775 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 775 × 6 ചെയ്യുമ്പോൾ 4650 കിട്ടും. അതേ മൈനസ് നമ്മുടെ ഈ 5 ദിവസത്തെ കുറയ്ക്കുമ്പോൾ 6-ാമത്തെ ദിവസത്തെ 840 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്ര? ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% 120 വരുന്നത്. 40% 160 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യ കിട്ടുന്നത് x × 40/100 = 160 അപ്പോൾ എക്സിൻ്റെ വാല്യൂ 400 എന്ന് കിട്ടും. ഇനി ആ 400ൻ്റെ 30% എത്ര? 400 × 30/100 = 120 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 48 - 12 × 3 + 8 ഡിവൈഡഡ് ബൈ 10 - 18 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ 48 - 12 3 36 വരും. കിട്ടുന്നത് 48 - 36 + 8 ഡിവൈഡഡ് ബൈ 10 - 18 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 3 18. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 20/4 എന്ന് കിട്ടും. ഇപ്പോൾ കിട്ടുന്നത് 5 എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.